പിന്നല്ല. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. അവിടെയുള്ള പൈലറ്റ് നമ്മളോട് ഉള്ള വീഡിയോ എടുത്ത് വന്നിരുന്നു. എനിക്കാണെങ്കിൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോയവരാണ്. ഇതെങ്ങനെയാണ് ഗൈസ് ഞാൻ കുടിക്കേണ്ടത്? കുറേ കഷ്ടപ്പെട്ടൊരു വെള്ളം കുടിച്ച് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയാലുണ്ട് വെൽക്കം ടു റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് റൈഡോണ്ട ബോർഡും വെച്ചിട്ട് അലീന ഇവിടെ വെക്കുന്നത്. നമ്മളാണെങ്കിൽ പിക്ക് ചെയ്യാൻ ബസ്സിന് വന്നത്. അങ്ങനെ ലഗേജ് അതിലേക്ക് കയറ്റി നമുക്കൊരു ഗൈഡായിട്ട് ഇവിടുത്തെ ഒരു അറബി ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ലഞ്ച് ചെയ്യാൻ വേണ്ടി പോയി നമ്മളെ മലയാളി ഹോട്ടൽ. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് അബുദാബി സിറ്റി മൊത്തത്തിലൊന്ന് കറങ്ങി. നമ്മൾ ഏകദേശം ഒരു 10 ആൾക്കാരുണ്ടായിരുന്നു. നമുക്കാർക്കും അപ്പുറം ഇപ്പുറം ഒന്നും പരിചയമൊന്നും ഉണ്ടായില്ല. പക്ഷേ അരമണിക്കൂർ കൊണ്ട് നമ്മളെല്ലാവരും നല്ല കമ്പനിയായി. അങ്ങനെ നാസർക്ക വണ്ടി എടുത്ത് നേരെ വിട്ടത് ഗ്രാൻഡ് മസ്കിലേക്കാണ്. വീടെത്തിയപ്പോഴത്തേക്കും എൻ്റെ ഒപ്പരം വന്ന ആൾക്കാരൊക്കെ തിരിയാണ്ടായി പോയി. കാരണം എല്ലാവരും ഫർദ് ഇട്ടിട്ട് ഇവിടെ തലയെല്ലാം മറക്കണം നിർബന്ധമുണ്ട്. അങ്ങനെ ഗ്രാൻഡ് മസ്കി പള്ളി കണ്ടാൽ എനിക്കിട്ടൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ താജ്മഹൽ കണ്ട പോലത്തെ ഒരു ഫീൽ. അങ്ങനെ അതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആണ് റൈഡോണിൻ്റെ ടീം പറഞ്ഞത് നമുക്കൊരു സർപ്രൈസ് വരുന്നുണ്ട്. എന്താണെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ നമ്മളുണ്ടായി. അപ്പോൾ നാസർക്ക് പറഞ്ഞപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി വണ്ടി എടുത്ത് നേരെ ആ സർപ്രൈസിൻ്റെ അടുത്തേക്ക് പോക്കാം. എന്താ സർപ്രൈസ് എന്ന് അടുത്ത വീഡിയോ കാണാം.